നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണി. സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയാണ് ലോൺ എടുത്തതെന്ന് നിതിൻ പറഞ്ഞു. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടു. നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിച്ചു. ഇതോടെ അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് നിതിൻ രാജ് ജീവനൊടുക്കിയതെന്നാണ് വിശദീകരണം. കോളേജിന് പുറത്ത് നിതിൻ രാജ് ഉൾപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഈ സമയം കോളേജ് പരമാവധി സഹായിച്ചുവെന്നും മാനേജ്മെന്റ് അവകാശപ്പെടുന്നു. അധ്യാപികമാർ നിരന്തരം ആവശ്യപ്പെട്ടാണ് നിതിൻ തിരികെ കോളേജിൽ എത്തിയത്. മെഡിക്കൽ ഡയറക്ടർ പി അദ്നാൻ സിദ്ദിഖാണ് വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. കെ വി ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഇപ്പോഴത്തെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. അപ്പോഴും ആ കോളേജിൽ അന്ന് ആ മുറിയിൽ ചില കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിലവർ കുറ്റക്കാരാകാതിരിക്കുന്നില്ലല്ലോ. അതെ അൻസറി, ഇതിൽ ഏറ്റവും പ്രധാനം ഈ നിതിൻ മരിച്ചിട്ട് 9ാം നാളാണ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം വരുന്നതെന്നാണ്. അതായത് പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് വേണ്ടി അദ്നാൻ സിദ്ദിഖ്, അതായത് എം ഡി ആണ് ഇങ്ങനെ ഒരു പ്രസ് റിലീസ് ഇറക്കിയത്. നേരത്തെ ഇവരുടെ പ്രതികരണം നമ്മൾ പലതവണ തേടിയതാണ്, പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു ദൃശ്യം, ഈ പ്രിൻസിപ്പലിന്റെ മുറിയിനകത്തുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു പ്രതികരണം എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രധാനമായും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിതിൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ്. കോളേജിനെതിരെ നിരന്തരമായി വ്യാജ വാർത്തകളും അതുപോലെ തന്നെ ആരോപണങ്ങളും വരുന്നത് അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നു. അതായത് അവിടെ ജാതി വിവേചനം നടന്നിട്ടില്ല, ജാതി വിവേചനം നടന്നു എന്ന തരത്തിൽ വലിയ തോതിൽ വാർത്ത പ്രചരിക്കുന്നു. അത് നിഷേധിക്കുന്നു കോളേജ് അധികൃതർ. അതോടൊപ്പം ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഇത്തരത്തിൽ സംസാരമുണ്ടായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നിതിൻ രാജോട് ഈ ലോൺ ആപ്പിൽ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയുടെ റഫറൻസായി നമ്പർ കൊടുത്തു, അത് ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ നിതിൻ അത് ചെയ്യാൻ തയ്യാറായില്ല. അതിനുശേഷം സൈബർ സെല്ലിൽ ഈ പ്രിൻസിപ്പൽ പരാതി നൽകാൻ തയ്യാറാകുന്ന ഇടയിലാണ് നിതിൻ രാജ് ജീവനൊടുക്കിയെന്നും ഇതിൽ പറയുന്നു. അതോടൊപ്പം ഒരു ദൃശ്യം കൂടി കോളേജ് അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ സംഭാഷണങ്ങൾ അടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണം അടങ്ങിയ ദൃശ്യമാണ് കോളേജ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഈ ലോൺ എടുത്തത് നിതിന്റെ സഹോദരി ഭർത്താവ് അശോകിന് വേണ്ടിയാണെന്ന് നിതിൻ ഇവർ സമ്മതിച്ചു, അല്ലെങ്കിൽ പ്രിൻസിപ്പളോട് പറഞ്ഞു എന്നാണ് അതിൽ മറ്റൊരു കാര്യം പറയുന്നത്. എന്തായാലും കോളേജിനെതിരെ വലിയ തോതിൽ ഭൂമി കയ്യേറിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പ്രസ്റ്റീജ് ഗ്രൂപ്പ് വേണ്ടി ഈ അദ്നാൻ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോട് മാത്രമല്ല ഈ നിതിന്റെ കുടുംബത്തോടൊപ്പമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, അല്ലെങ്കിൽ നമ്മളും അതിനൊപ്പം പങ്കുചേരുന്നു. അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം വലിയ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ നിതിന്റെ വീട്ടിൽ പോകാതിരുന്നതെന്നും കൂടി അതിൽ വിശദീകരണം നൽകുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതിൻ മരിച്ചിട്ട് 9ാം നാളാണ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് വരുന്നത്. പോലീസ് നേരത്തെ നമ്മൾ തന്നെയാണ് ഇത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന പല ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പൽ അതായത് നിതിനോട് കയർക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പ് വരുന്നത്. നിരന്തരം ഇവരുമായി ഈ കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല വിദ്യാർത്ഥികൾ ഇവരുമായി ചർച്ച നടത്തണം നേരിട്ട് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ 9ാം നാൾ ഇങ്ങനൊരു വാർത്താക്കുറിപ്പ് പുറത്തു ഇറക്കിയിരിക്കുന്നു. അതായത് പുറത്ത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ നിതിൻ ഉണ്ടായെന്നും അതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടവർ. അതും ആ ഒരു പ്രശ്നം കൂടിയാണ് ഇങ്ങനെ ഒരു മരണത്തിന് കാരണമെന്ന്, അല്ലെങ്കിൽ ജീവനെടുക്കാൻ കാരണമെന്നാണ് ഇതിൽ പറയുന്നത്. ഏതായാലും പോലീസ് ഇതിലൊരു അന്തിമ നിഗമനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് സംബന്ധിച്ച് അത് പോലീസ് തന്നെ വിശദീകരിക്കും. നമ്മളും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതുവരെ ഒരു കൃത്യമായൊരു വിവരം എന്താണ് നിതിന്റെ ഈ പ്രശ്നം എന്നത് സംബന്ധിച്ച്. മാത്രമല്ല പുറത്തിറങ്ങിയ ദൃശ്യങ്ങളിൽ നിതിൻ ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ആ ദൃശ്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഏതായാലും കോളേജ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത് നിതിൻ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നവും പുറത്തു നിന്നുള്ള ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ പുറത്തുണ്ടായിരുന്നു. അതിൽ കോളേജ് അധികൃതർ താക്കീത് നൽകിയിരുന്നു. അത് മാത്രമല്ല രക്ഷിതാക്കൾക്ക് ഇക്കാര്യം അറിയാം. രക്ഷിതാക്കൾ അവിടെ രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിതിനെ അവിടെ നിന്നും 2 മാസത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൗൺസിലിംഗ് നൽകണം എന്ന് ഉൾപ്പെടെ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു കുടുംബത്തോട്. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് നിതിനെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതല്ലാതെ അധ്യാപകന്റെ ജാതി വിവേചനം മൂലമുള്ള പീഡനം കാരണമല്ല നിതിൻ അവിടെ നിന്നും കോളേജിൽ നിന്നും പോകേണ്ടി വന്നത്. നിതിനെ ചേർത്ത്
രക്ഷിക്കാനാണ് ശ്രമിച്ചത്, പലപ്പോഴും അങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ വലിയ തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇനി ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പോലീസാണ് ഇതിൽ എന്താണ് നിതിൻ ഈ ജീവനൊടുക്കാൻ കാരണമെന്ന് സംബന്ധിച്ച് വിശദമാക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ലോൺ ആപ്പാണ് ഈ ഒരു സംഭവം ജീവനൊടുക്കാൻ കാരണമെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത്. അനുസരിച്ച് ശരി, KV ബൈജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരെ രക്ഷിക്കാൻ ശ്രമം ബലപ്പെടുന്നതായാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. ലോൺ ആപ്പിലെ നോമിനികളായി നിതിൻ്റെ പിതാവും മാതാവും എന്നാണ്, മറ്റേ അധ്യാപിക എന്ന് പറയുന്ന അവരല്ല അതിൽ. അപ്പോൾ ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അധ്യാപികയ്ക്ക് എങ്ങനെ സന്ദേശങ്ങൾ വന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അധ്യാപികയുടെ നമ്പർ പോയി, അത് അന്വേഷിക്കുന്നതിന് പകരം നിതിൻ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികോഴ്സ് ചേർന്ന് ഇപ്പോൾ അതിന് എല്ലാം വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതല്ല വിഷയം. ലോണിൻ്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. ഈ ഫോൺ സന്ദേശങ്ങൾ പ്രധാന അധ്യാപികയുടെ ഫോണിലേക്ക് പോയതെങ്ങനെയെന്ന് മതിയായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരവർക്കെതിരെ നടപടി വേണമെന്നും സമഗ്രമായ അന്വേഷണം. മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതെല്ലാം മറനീക്കി പുറത്തു കൊണ്ടുവരണം. ബാക്കി കാര്യങ്ങൾ വെളി വരട്ടെ. ആരോപണ വിധേയരായ അധ്യാപകർ 7 ദിവസമായി ഒളിവിലാണ്. മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കാതിരിക്കുകയും പ്രതിപ്പട്ടിക വരുന്നവരെ ഉൾപ്പെടെ സാക്ഷി പട്ടികയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ട് ദളിത് സമുദായ മുന്നണി ഉൾപ്പെടെ കേരളത്തിലെ 100ഓളം സംഘടനകൾ, CSDS ഉൾപ്പെടെ KPMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും വരുന്ന 21-ാം തീയതി ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. വരുന്ന 28-ാം തീയതി കേരളത്തിലെ മുഴുവൻ പ്രദേശത്തും കേരളത്തിലെ മുഴുവൻ പ്രദേശത്തും ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനോ ഉണ്ട്, അത് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും, അത് ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ ഈ കേസിൻ്റെ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന മാനേജ്മെൻറ്റ് ഉൾപ്പെടെ കേരളത്തെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നത്. ഈ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താതെ വരുന്നത് ഭരണപക്ഷത്തെയും അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനമുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ്. അത്തരത്തിൽ പോലീസുകാരും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കേരള സമൂഹം മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനീതി, ഒരു കൊലപാതകം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ദളിതർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഹർത്താൽ, അത് കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കുന്നതിനും ശിക്ഷ കൊടുക്കുന്നതിനും നാളെ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിനിടെ നിതിന്റെ കുടുംബത്തിന് CPM നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവെച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും മരണത്തിലെ ദുരൂഹതകൾ നീക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും മറിയ ഓമൻ. മരണദിവസം നിതിൻ പ്രിൻസിപ്പലിന്റെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.